ഈശോയിൽ സ്നേഹമുള്ളവരെ, സമാധാനം എന്ന വാക്ക് അതിൻ്റെ പ്രായഭാഷയിൽ ഷാലോം എന്ന് പറയും. ഷാലോം അതിൻ്റെ ഭാഷാ രീതി പ്രകാരമുള്ള അതിൻ്റെ അർത്ഥം ഹലോ എന്ന് നമ്മളൊരു ഗ്രീറ്റ് ചെയ്യുന്നതിന് തുല്യമാണത്. നമ്മൾ ഈ പറയുന്ന സമാധാനം എന്നർത്ഥത്തെക്കാൾ ഭാഷാപരമായിട്ടത് പറയുന്നത് ഹലോ എന്ന് പറയുന്നതിന് തുല്യം. അത് യഹൂദർ പരസ്പരം ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പദമാണ്. നമ്മൾ അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ പാപ്പ ലയോ 14 പാപ്പ അദ്ദേഹവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങിയത്. പാച്ചെ എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ അത് പറയുക. ല പാച്ചെസിയ കൊൺതൂത്തി പോയി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, പീസ് ബി വിത്ത് യു, പീസ് ബി വിത്ത് യു എന്ന് പറയുന്നതിന് തുല്യമാണ്. ഗലാത്യ 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ് സമാധാനം. നമ്മൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വസ്ഥമായിരിക്കുക. ഇപ്പോൾ ഒരു സഹോദരൻ അവിടെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക, അയാൾ സ്വസ്ഥമാണ്, വീഡിയോ ഒക്കെ പിടിച്ച് സ്വസ്ഥമായി അങ്ങനെ ഇരിക്കുക. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ ബലിയർപ്പണത്തിലാണല്ലോ ഞാൻ ഈ പങ്കുചേരുന്നത്, ദൈവമേ ഞാൻ എന്താ കാണിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ സമാധാനം ഉണ്ടാകില്ല. കർത്താവിൻ്റെ ഈ ബലിയുടെ പുനരാവർത്തനം നമ്മളിവിടെ അനുസ്മരിക്കുമ്പോൾ വീഡിയോ പിടുത്തവും ഫോൺ വിളിയും, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമാധാനം? ഇവിടെ നല്ല സമാധാനമാണ്, വലിയ ഫാൻ, കസേരകൾ, ചെയർ, നല്ല സമാധാനം, അങ്ങനെ ഇരിക്കാം. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമാധാനം? ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയും, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. യോഹന്നാൻ 14:27 3 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഇത് ലാറ്റിൻ ക്രമത്തിൽ, കുർബാനയുടെ ക്രമത്തിലുള്ള വചനമാണിത്. സ്വർഗത്തിൽ വാഴും കഴിഞ്ഞിട്ട് സമാധാനം ആശംസിക്കുന്നതിന് മുൻപ് ഇത് തന്നെയാണ്, ഈ വചനം തന്നെയാണ്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നമ്മൾ ചിന്തിക്കുന്ന സമാധാനം പോലെ അല്ല ഈശോ തരുന്നത്. സ്വസ്ഥമായിരിക്കാനല്ല ഈശോ തരുന്ന സമാധാനം. ഇനി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, അസ്വസ്ഥരാകേണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ലോകം തരുന്ന സമാധാനം നമുക്കറിയാം. അപ്പോൾ അതിനേക്കാൾ ഒരു പടി മേൽക്കുള്ള സമാധാനമാണ് എന്നല്ല നമ്മൾ വിചാരിക്കുക. പക്ഷെ എന്നിട്ട് ഉടനെ തന്നെ ഈശോ പറഞ്ഞ എന്താ? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. യോഹന്നാന്റെ സുവിശേഷം ഇന്നത്തെ വചനം അവസാനിക്കുമ്പോൾ എഴുന്നേൽക്കുവിൻ, നമുക്കിവിടെ നിന്ന് പോകാം, അതാ പറയാം. അതിലൊരു ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇങ്ങനെ സ്വസ്ഥമായിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ നടപടി പുസ്തകം നോക്കുമ്പോഴും അതിൻ്റെ വായനയിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മളത് മനസ്സിലാക്കിയാൽ, പൗലോസ് ഇക്കോണിയത്തിലെ യഹൂദരുടെ സിനഗോഗിൽ പ്രവേശിച്ച് പ്രസംഗിച്ചത് 14 അധ്യായത്തിന് 1 വാക്യമാണ്. അപ്പോൾ അവർ സഹോദരർക്കെതിരായി വിജാതീയരെ ഇളക്കുകയും, വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതീയരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് പൗലോസ് ഓടിപ്പോയിട്ട് അവർ ലിസ്ത്രായിലേക്കും ദെർബയിലേക്കും പോയി. ലിസ്ത്രായിൽ ചെന്നപ്പോഴാണ് നമ്മൾ ഇന്നലെ കണ്ടത്, ഒരു കാലിന് സ്വാധീനമില്ലാത്ത ഒരുവനെ സുഖപ്പെടുത്തിയത്. അങ്ങനെ അവരെ ദേവന്മാരായിട്ട് കരുതാൻ തുടങ്ങി. ഒരു കണക്കിന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഞങ്ങൾ മനുഷ്യരാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വചനം 14 അധ്യായം, നടപടി പുസ്തകം 14 അധ്യായം 19 വാക്യം, അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദർ, അതായത് ഇക്കോണിയത്തിൽ പറ്റാഞ്ഞിട്ട് ലിസ്ത്രായിലെത്തി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇക്കോണിയത്തിൽ നിന്ന് അവർ പിന്നെ പുറകെ വന്നേക്കുന്നു. യഹൂദര് പൗലോസിന്റെ പുറകെ വന്നിരിക്കുന്നു. അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിഞ്ഞു. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കണ്ടേ, തീക്ഷ്ണത കൊണ്ട് അവിടെ നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റാതെ ലിസ്ത്രായിലെത്തി അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻപുണ്ടായിരുന്ന സ്ഥലം, ജനങ്ങളെ പ്രേരിപ്പിച്ച് ഇളക്കി വിട്ട ആ സ്ഥലം, അവിടുന്ന് യഹൂദരം പുറകെ വന്നിരിക്കുക. അവര് അവിടെ നിന്ന് ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. എന്നിട്ട് കല്ലെറിഞ്ഞു, പൗലോസിനെ കല്ലെറിഞ്ഞു.
കല്ലെറിഞ്ഞു കഴിഞ്ഞപ്പോഴും എന്നിട്ട് അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച പൗലോസിനെ കല്ലെറിഞ്ഞു. മരിച്ചു പോയെന്ന് വിചാരിച്ച്, ഒന്നോർത്ത് വയ്ക്കുക, അവർ വിചാരിച്ചു പൗലോസ് മരിച്ചുപോയി. എന്തൊരു എറിയായിരിക്കും! മരിച്ചു പോകത്തക്ക വിധത്തിൽ എറിയോടെറി കല്ലെറിഞ്ഞു പൗലോസിനെ. മനസ്സിൽ കാണൂ, അവർ വിചാരിച്ചു ഇയാൾ മരിച്ചു പോയെന്ന് വിചാരിച്ചു. മരിച്ചു പോയെന്ന് വിചാരിച്ച് അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. മരിച്ചുപോയി എന്ന് കരുതി ഒരാളെ വലിച്ച് റോഡിൽ, ഇവിടെ കോൺക്രീറ്റ് തറയിൽ കൂടി വലിച്ചോണ്ട് പോയാലുള്ള അവസ്ഥ ഒന്നോർത്ത് വയ്ക്കുക. കോൺക്രീറ്റ് തറയിൽ കൂടി വലിച്ചോണ്ട് പോയാലുള്ള അവസ്ഥ, അല്ലെങ്കിൽ ടൈല് ഇന്റർലോക്ക് വിരിച്ചിരിക്കുന്ന വഴിയിലൂടെ ഒരാളെങ്ങനെ കൈക്ക് പിടിച്ചോ അല്ലെങ്കിൽ കാലെ പിടിച്ചോ വലിച്ചോണ്ട് പോയാൽ അങ്ങനെ. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. ശിഷ്യന്മാർ, അതായത് പൗലോസ് പ്രസംഗിച്ചപ്പോൾ കൂടെ ചേർന്ന ശിഷ്യന്മാർ അവരൊരുമിച്ച് ചേർന്ന് അവർ ചുറ്റും കൂടിയിട്ട് എന്തായിരിക്കും ചെയ്തത്? ഞാൻ വിചാരിക്കുകയാണ് അവർ പ്രാർത്ഥിച്ചു. അവർ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്ത് കാണും. അവർ പ്രാർത്ഥിച്ചു, പൗലോസേ, ഗുരോ, ഇങ്ങനെ ഇവിടെ കിടക്കേണ്ട ആളല്ല, അങ്ങ് എഴുന്നേക്ക്, ഇവിടെ കിടക്കേണ്ട ആളല്ല, അങ്ങ് എഴുന്നേക്ക് എന്ന് പറഞ്ഞ് അവർ പ്രേരിപ്പിച്ചു കാണും. അങ്ങനെ അടുത്ത ദിവസം ബർന്നബാസും അവൻ ദെർബയിലേക്ക് പോയി. മരിച്ചുപോയെന്ന് കരുതിയ പൗലോസ് എഴുന്നേറ്റ് ദെർബയിലേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും സുവിശേഷം പ്രസംഗിച്ച് പോയ സ്ഥലങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. അതായത് ദെർബെ, ലിസ്ത്ര, ഇക്കോണിയ, അന്ത്യോക്യ. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് അന്ത്യോക്യ ചെന്ന് ബർന്നബാസും പൗലോസും ശിഷ്യരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി, നിങ്ങളിങ്ങനെ തകർന്നു പോകരുത്, ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കരുത് മക്കളെ എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തി. എന്നിട്ട് പ്രസീദിയ, പംഫീലിയ, പെറുകെ, അത്താലിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി. എന്തൊരു തീക്ഷ്ണതയാ! പൗലോസിനോട് വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു, അല്ലയോ ഗുരു, അങ്ങ് ഇടപെടണ്ട, അങ്ങയുടെ ജീവൻ അപകടത്തിൽ, ഇവിടെ ഇരുന്നോ, സ്വസ്ഥമായിട്ടിരുന്നോ, സമാധാനമായിട്ടിരുന്നോ, ഇവിടെ ഇരുന്നോ, സമാധാനമായിട്ടിരുന്നോ, ഇനി പോകണ്ട, അങ്ങയുടെ ജീവൻ അപകടത്തിലാണോ? അങ്ങനെയാണോ പറഞ്ഞത്? അല്ലെങ്കിൽ ഒരു നഗരത്തിൽ നിന്ന് ഓടിച്ചിട്ട് സുവിശേഷം പ്രസംഗിച്ച വേറെ നഗരത്തിലെത്തി അവിടെ മരണവക്ത്രത്തിലെത്തിയിട്ടും എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്, തീഷ്ണത കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും 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 നഗരങ്ങൾ തോറും നടന്ന് ഈശോയെ പ്രഘോഷിച്ചു. പ്രിയ ദൈവവൈതലേ, നിനക്ക് സ്വസ്ഥമായിരിക്കാൻ വേണ്ടിയിട്ടല്ല പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പെന്തക്കോസ്താ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക, നിനക്കങ്ങനെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അങ്ങനെ ബെഞ്ചിലൊക്കെ ഇരുന്ന് TV-ല്, യൂട്യൂബിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ലൈവ് വീട്ടിൽ നിന്നൊക്കെ കുർബാന കണ്ട് അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാനല്ല പ്രിയ ദൈവ പൈതലേ. നിനക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകാൻ ആഗ്രഹിക്കും. നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണോ? നീ തയ്യാറാകണം. ഉറങ്ങിയിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് കിട്ടുകയില്ല. ഉറങ്ങിയിരിക്കുന്നവർക്ക്, തളർന്ന് ഇവിടെയുള്ള ഈ ഭൂമിയിലെ സ്വസ്ഥതയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചാൽ തല പോകുമെന്ന് പേടിക്കുന്നവർക്കുള്ളതല്ല പരിശുദ്ധാത്മാവ്. നിന്റെ ജീവിതത്തിൽ നീ സ്വസ്ഥമായിട്ടിരിക്കാൻ, കർത്താവിനെ പ്രഘോഷിക്കാതെ നീ മുൻപും പിൻപും നോക്കി മറ്റാളുകളെയും അവരൊക്കെ എന്ത് വിചാരിക്കുന്നു നോക്കി നീ ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാതിരുന്നാൽ നിനക്ക് കിട്ടുന്നതല്ല പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് സുവിശേഷം, നമ്മൾ ഇന്ന് അച്ഛൻ പറഞ്ഞു ആമുഖത്തില്, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരോട് പറഞ്ഞു, അവരുടെ മധ്യം നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അത് 21-ാം വാക്യത്തിൽ വീണ്ടും യോഹന്നാൻ 20:21 യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് അടുത്ത വാക്യം എന്താണെന്ന് അറിയാവോ? പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങൾ അയക്കുന്നു. അപ്പൊ സമാധാനം എന്തിനാ? സമാധാനം എന്തിനാണ്? പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങൾ അയക്കുന്നു. എന്നിട്ട് അടുത്ത വചനം ഇത് പറഞ്ഞുകൊണ്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ മനുഷ്യര് പാപം ചെയ്തിട്ട്, പറുദീസയിൽ പാപം ചെയ്തിട്ട് ദൈവത്തിന് സമാധാനമില്ല. അതുകൊണ്ടല്ല പുത്രനെ അയച്ചത്. ദൈവത്തിന് അവിടെ ഇരിപ്പിറക്കുന്നില്ല. മനുഷ്യർ പാപം ചെയ്തു, ദൈവത്തിന് സമാധാനമില്ല. അതുകൊണ്ടാണ് ഈശോയെ അയച്ചത്. ഈശോ ഭൂമിയിലേക്ക് വന്നിട്ട്, നിങ്ങൾ അറിയാമല്ലോ, കാണാതെ പോയ ആ 12 വയസ്സിലെ ഈശോ ദേവാലയത്തിൽ വേദശാസ്ത്രം തർക്കിച്ചിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ യൗസേപ്പിതാവും ഈ ലോകത്തിന്റെ അരൂപിൽ അവർ ചിന്തിച്ചു, മകനെ നീ എന്താണ് മകൻ ഇങ്ങനെ കാണിച്ചത്? അപ്പോ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടവനല്ലേ? ഞാനിങ്ങനെ വീട്ടിലെ സ്വസ്ഥതയിൽ, വീട്ടിന്റെ സുരക്ഷിതത്വത്തിൽ കഴിയേണ്ടവനാണോ? ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവനാണ്.
പിന്നെ അതൊരു വിധേയത്വത്തിൻ്റെ ഭാഗമായി ഈശോ പോയി. പിന്നെ പരസ്യ ജീവിതത്തിലേക്ക് ഈശോ വരുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ്. എന്തിനാ ഈശോ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്? ഈശോയുടെ കുരിശ് അങ്ങനെ വെറുതെ ഉണ്ടായതല്ല. ഈശോയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഈശോ തന്നെ മെനഞ്ഞെടുത്തതാണ്. ഈശോയുടെ വർത്തമാനത്തിൻ്റെയും ഈശോയുടെ പ്രവർത്തന രീതിയുടെയും ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും വചനം പഠിപ്പിക്കുന്നതിൻ്റെയും രീതി കൊണ്ടാണ് യഹൂദർക്ക് ഈശോയുടെ വെറുപ്പുണ്ടായത്. അങ്ങനെയല്ലേ ഈശോ കുരിശിത്തിറക്കപ്പെട്ടത്. അപ്പൊ ഈശോ സമാധാനമായിട്ടിരുന്നോ? പരിശുദ്ധാത്മാവിനെ കിട്ടിയ മറിയം, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ മറിയം പിന്നെ എങ്ങോട്ടാ പോയത്? തിടുക്കത്തിൽ അവൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുകയില്ല. പിന്നെ അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു, ശുശ്രൂഷയുടെ മറ്റു തലങ്ങൾ തേടി. മകൻ കുരിശിന്റെ വഴിയിലൂടെ നടക്കുമ്പോൾ അമ്മയെ, നമ്മളാണെങ്കിൽ വീട്ടിലിരിക്കുക, എനിക്കിത് കാണാൻ വയ്യേ എന്ന് പറഞ്ഞ് സമാധാനത്തിരുന്നോ മറിയം കുരിശിന്റെ വഴിയിലൂടെ നടന്ന് കുരിശിന്റെ ചുവട്ടിൽ മകൻ നെഞ്ചു പിളർന്ന് മടിക്കുന്നത് കാണാൻ മറിയം കൂടെ ഉണ്ടായി. അപ്പോൾ സമാധാനമാണോ നിങ്ങൾക്ക് വേണ്ടത്? പ്രിയ ദൈവപൈതലേ, നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. കർത്താവിനറിഞ്ഞ് നീ കർത്താവിനെ പ്രഘോഷിക്കണം. കർത്താവിനെ പ്രഘോഷിക്കാൻ നീ തയ്യാറാണെങ്കിൽ ദൈവം നിനക്ക് പരിശുദ്ധാത്മാവിനെ തരും. നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ട എങ്കിൽ, നിന്റെ ജീവിതം കൊണ്ട് നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണമെങ്കിൽ നീ തെളിയിച്ചു കൊടുക്കും. നിന്റെ ജീവിത രീതി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവിനെ തരികയില്ല. അടങ്ങി ഒതുങ്ങി സേഫ് സോൺ കളി, എല്ലാവരും സേഫ് സോൺ കളിയാണ്. കർത്താവിന് പൗലോസ് സേഫ് സോൺ കളിച്ചിരുന്നെങ്കിൽ എത്ര സഭകൾ ഉണ്ടാകുമായിരുന്നില്ല. സേഫ് സോൺ കളി അതിനു വേണ്ടിയിട്ടല്ല സമാധാനം നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് ഈ പെന്തക്കോസ്ത തിരുനാളിന് ഒരുങ്ങുമ്പോൾ ഈശോ പറഞ്ഞല്ലോ, ലോകം തരുന്നത് പോലെയല്ല, അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതല്ല സമാധാനം. കർത്താവിന് വേണ്ടി തീക്ഷ്ണതയോടെ ജ്വലിക്കുന്നതാണ്. കർത്താവിന് വേണ്ടി ഒന്നും പറഞ്ഞില്ല എങ്കിൽ അസ്വസ്ഥമാകുന്ന മനസ്സാണ് നമുക്ക് വേണ്ടത്. കർത്താവിന് വേണ്ടി ജീവിച്ചില്ല എങ്കിൽ എൻ്റെ ജീവിതം പാഴായിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്ന സമാധാനമാണ് നമുക്ക് വേണ്ടത്. കർത്താവിന് വേണ്ടി ജീവിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ, ഹൃദയമൊരു നാളും കലങ്ങിടരുതേ, ചെറിയൊരജഗണമേ ഭയന്നീടരുതേ, യുഗയുഗാന്ത്യത്തോളവും ഞാൻ കൂടെയുണ്ടല്ലോ, യുഗയുഗാന്ത്യത്തോളവും ഞാൻ കൂടെയുണ്ടല്ലോ, സമാധാനം നിങ്ങൾ കരുളുന്നു ഞാൻ, എൻ്റെ സമാധാനം നിങ്ങൾ കരുളുന്നു ഞാൻ, ഈ ലോകം തരും പോലല്ല ഞാൻ തരുവതൻ, സമാധാനം നൽകിടുന്നിതാ. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ മറിയമേ, ഈശോയുടെ കൂടെ സ്വസ്ഥതയില്ലാതെ ഈശോയുടെ കൂടെ നടന്ന പരിശുദ്ധ മറിയമേ, അങ്ങേക്ക് വേണ്ടി സ്വസ്ഥതയില്ലാതെ നടക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എങ്കിൽ ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥതപ്പെടുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ. അങ്ങനെയുള്ള സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. നിനക്ക് വേണ്ടി ജീവിച്ചാൽ, നിനക്ക് വേണ്ടി സംസാരിച്ചാൽ അങ്ങനെയുള്ള സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.